വഖഫ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പെറ്റീഷനുമായി ഇളയ തലപതി വിജയ്. തമിഴ് സൂപ്പർ സ്റ്റാറായ വിജയ് വഖഫ് അമെൻമെന്റ് ആക്ടിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഇത് മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് മുസ്ലിങ്ങളോട് വിവേചനം കാണിക്കുന്നതാണെന്നും അവരുടെ മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കുന്നതാണെന്നും എന്ന ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് വിജയും തമിഴക വെട്രി കഴകവും സുപ്രീം കോടതിയിൽ പെറ്റീഷൻ നൽകിയിരിക്കുന്നത്. അതിശക്തമായ നിലപാടാണ് വിജയ് എടുത്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. രാജ്യസഭയും ഏപ്രിൽ 4-ന് 128 ഈ വോട്ട് പാസ്സാക്കിയത്. ലോകസഭയും ക്ലിയർ ചെയ്തു. അതിൽ 288 പേര് വഖഫ് അമെൻമെന്റിനെ സപ്പോർട്ട് ചെയ്തു, 232 പേര് ഒപ്പോസ് ചെയ്തു. പ്രസിഡന്റ് ദ്രൗപദി മുർമു ഏപ്രിൽ 5-ന് ഇതിന് അസെന്റും നൽകി, അല്ലെങ്കിൽ ഇതിന് പെർമിഷനും നൽകി. അപ്പോൾ അതിശക്തമായ ഇനി സുപ്രീം കോടതിയിലാണ് പോരാട്ടം നടക്കുന്നത്. അങ്ങനെ തന്നെ ആകുകയും ചെയ്യണം. സുപ്രീം കോടതിയിൽ വിജയ് മാത്രമല്ല, വിജയോടൊപ്പം കോൺഗ്രസിലെ എംപിമാർ, ആപ്പിലെ MLA മാർ, DMK-യിലെ MP, RJD MP, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, നമ്മുടെ മുസ്ലിം ലീഗ്, ചില സുന്നി സംഘടനകൾ, ജമാഅത്തെ ഉലമ ഹിന്ദ്, AIMIM അടക്കം അതിശക്തമായ നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ആയിരിക്കും ഫൈനലി ഇതിനൊരു ബാലൻസ് ഉണ്ടാക്കുക. ആ ബാലൻസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ സുപ്രീം കോടതി അംഗീകരിക്കുമായിരിക്കും, ചില കാര്യങ്ങൾ അതിൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുമായിരിക്കും. എന്നാലും ഈ വഖഫ് വിഷയം വളരെ സെൻസിറ്റീവായ വിഷയമായതുകൊണ്ട് എന്താണ് മിഡിൽ ഗ്രൗണ്ട് എന്ന് പരമാവധി ഫൈനലി കണ്ടെത്തുന്നത് സുപ്രീം കോടതി ആയിരിക്കും. രണ്ട് ഭാഗത്തു നിന്നും അതിശക്തരായ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ടാവും. കപിൽ സിബൽ അടക്കമുള്ള പ്രമുഖർ ഒരു വശത്ത് വഖഫ് നിയമ ഭേദഗതിയെ എതിർത്ത്, മറുഭാഗത്ത് വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ചില ആൾക്കാർ, അല്ലെങ്കിൽ കടുപ്പമേറിയ വലതുപക്ഷത്തെ അംഗീകരിക്കുന്ന പ്രമുഖരായ അഡ്വക്കേറ്റ്സ് മറുഭാഗത്ത് നേർന്ന് വളരെ ശക്തമായ യുദ്ധമായിരിക്കും ഇനി ഉണ്ടാകുക സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി എനിക്ക് തോന്നിയിട്ടുള്ളത് ചില ഭാഗങ്ങളെ അംഗീകരിക്കും, ചില ഭാഗങ്ങൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്യും, ചില ഭാഗങ്ങൾ എക്ലിപ്സ് ചെയ്യും. അതായത് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ മാറ്റും. കേന്ദ്ര സർക്കാർ പറയുന്നതെല്ലാം അതേപോലെ അംഗീകരിച്ചൊന്നും കൊടുക്കില്ല. BJPക്ക് അടക്കം 6000 കോടി, തൃണമൂലിന് 1500 കോടി, കോൺഗ്രസിന് 1000 കോടി കിട്ടിയ ഇലക്ടോറൽ ബോണ്ട് സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ സുപ്രീം കോടതിക്ക് വലിയ പവറാണ് ഇത്തരം വിഷയങ്ങളിലുള്ളത്. അപ്പോൾ ഇനിയും ഈ നിയമത്തിന്റെ നൂലാമാലകൾ അവിടെയാണത് സങ്കീർണതയുണ്ട്. ഈ വഖഫിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നവർ പറയുന്നത് പോലെ ഇതിൽ യാതൊരു തുടലും വേണ്ടെന്നല്ല. എന്നാൽ നേരെ തിരിച്ച് വഖഫിനെ എങ്ങനെങ്കിലും ഇല്ലാതാക്കി മുസ്ലിം സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്ന പോലെയല്ല. സത്യം ഇതിന്റെ ഇടയിൽ എവിടെയോ ആണ്. ഒരിക്കലും വഖഫിന്റെ പേരിലോ അല്ലെങ്കിൽ ദേവസ്ഥത്തിന്റെ പേരിലോ ക്രിസ്ത്യൻ സഭകളുടെ പേരിലോ മിസ്യൂസ് ഉണ്ടാകരുത്. എന്നാൽ നേരെ തിരിച്ച് ക്രിസ്ത്യൻ സഭകൾ പോലും ഏറ്റവും നന്മയുള്ള നിലപാടെടുക്കുന്നത് പോലെ അനാവശ്യമായി വഖഫിനെ ആക്രമിക്കുന്നതും അല്ലെങ്കിൽ അനാവശ്യമായി വഖഫിനെ മോശമായി കാണിക്കുന്നതും യാതൊരു അർത്ഥവുമില്ല. ആ രീതിയിലുള്ള ഒരു ബാലൻസ് സമീപനമാണ് എടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇന്ന് മുനമ്പത്തിന്റെ കാര്യത്തിൽ മുനമ്പം കൂടി ഉൾപ്പെടുന്ന സ്ഥലത്തെ പള്ളിയിലച്ചന്മാരടക്കം നിലപാടെടുത്തിരിക്കുന്നത് ഈ വഖഫിന്റെ ഭേദഗതി കാരണം ഒരു പരിധിക്കപ്പുറം മുനമ്പത്ത് പ്രത്യേക ഗുണമൊന്നും വഖഫ് നിയമത്തിന് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമന്ത്രി പറയുന്നത് പാവങ്ങളുടെ ഭൂമി വഖഫിന്റെ പേരിൽ കൊള്ളയടിക്കപ്പെട്ടു, മുസ്ലിം യുവാക്കൾക്ക് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ വഖഫ് നിയമം കൊണ്ട്, വഖഫിന്റെ ഭേദഗതി കൊണ്ട് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരു ഗുണവുമില്ല. മുസ്ലിങ്ങളെ കുറിച്ച് ദ്രോഹിച്ചു എന്ന് കാണിക്കാനും തീവ്ര ഹിന്ദുത്വവാദികളുടെ കയ്യടി നേടാനും വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ രാജ്യരക്ഷയ്ക്കും രാജ്യസുരക്ഷയ്ക്കും ദേശസ്നേഹത്തിനും ദേശസേവനത്തിനും വേണ്ടി ചെയ്യുന്നൊന്നുമല്ല. മുമ്പ് ഇല്ലെങ്കിൽ സംശയമുള്ളവർ ഓർത്താൽ മതി, 21 വയസ്സ് കല്യാണപ്രായമാക്കി മാറ്റുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. അധികാരം എതിർത്തുപോലുമില്ല. പക്ഷേ കഴിഞ്ഞ ലോകസഭ BJP ഗവൺമെന്റ് അത് പിന്തുടർന്ന് നിയമമാക്കി പോലുമില്ല. അതാണ് ആലോചിക്കേണ്ടത്. അതായത് 18 വയസ്സുള്ള പെൺകുട്ടികൾ അവർ നേരത്തെ പ്രഗ്നന്റ് ആവുന്നത് കൊണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ അവർ മരിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ബില്ലാണ്. 21 വയസ്സാക്കണം പെൺകുട്ടിക്ക്. പിന്നെ ഗവൺമെന്റ് ഫോളോ അപ്പ് ചെയ്ത് നിയമം പോലും ആക്കിയില്ല. അത്ര മാത്രമേ ഈ കാര്യങ്ങൾക്കുള്ളൂ. അതായത് മുസ്ലിങ്ങൾക്ക് മേലിൽ എന്തോ ചെയ്തു, മുസ്ലിങ്ങളുടെ എന്തോ എടുത്തു മാറ്റി, മുസ്ലിങ്ങളെ എന്തോ ദ്രോഹിച്ചു എന്ന് കാണുമ്പോൾ ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഒരു കയ്യടി ഉണ്ടാകും. ആ കയ്യടിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും വിജയുടെ ഈ നീക്കം വളരെ സ്വാഗതാർഹമാണ്. വിജയുടെ പോരാട്ടത്തിന് എല്ലാവിധ അഭിവാദ്യവും നേരുന്നു. പരമാവധി സുപ്രീം കോടതി ഒരു ബാലൻസ് കണ്ടുപിടിക്കട്ടെ. വഖഫിന്റെ പവിത്രതയും സാങ്ക്ടിറ്റിയും അതേപോലെ നിലനിർത്തിക്കൊണ്ട് ചില വകുപ്പുകൾ, സെക്ഷൻ 40 അടക്കമുള്ളവ ചില അമെൻമെന്റിന് വിധേയമാക്കുകയോ അല്ലെങ്കിൽ സെക്ഷൻ 40 റീഡ് ഡൗൺ ചെയ്യുന്ന നിലപാടോ മറ്റും എടുക്കുകയാണെങ്കിൽ തെറ്റില്ല. അങ്ങനെ ഒരു മധ്യമാർഗം കണ്ടെത്താൻ നമ്മുടെ കോടതികൾക്കാകട്ടെ. ജയ് ഹിന്ദ്.